ഇ.ഡി. സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത കോടതിയെ ബോധ്യപ്പെടുത്തണമെന്ന് ഇ.ഡിക്ക് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ചേതൻ തന്നെയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നതും. ചേതൻ, നേരത്തെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയുടെ വ്യക്തമായ നിർദ്ദേശം ഇ.ഡിക്കുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ വിധമുള്ളൊരു നടപടിക്രമം എന്നത് കോടതിയെ ബോധിപ്പിക്കേണ്ടത് ഇപ്പോൾ ഇ.ഡിയുടെ ബാധ്യതയാണ്. ആ നിലയ്ക്കായിരിക്കും ഈ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരിക. എങ്ങനെയാണ് വിശദാംശങ്ങൾ? കാവ്യ, ഈ ഇ.ഡി. സമൻസ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള മുൻ ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ ഹർജിയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്നത്. ജസ്റ്റിസ് ടി.ആർ. രവിയുടെ ബെഞ്ചാണ്, സിംഗിൾ ബെഞ്ചാണ് ഈ കേസ് ഇപ്പോൾ പരിഗണിക്കുന്നത്. രണ്ടാമത്തെ ഐറ്റമായിട്ടാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതായത് രാവിലെയോടെ തന്നെ ഏകദേശം വിധി വരുമെന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് ഹൈക്കോടതി ഇ.ഡിയോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതിന് വ്യക്തമായ ഒരു വിശദീകരണം നൽകണമെന്നും ഇ.ഡിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഇ.ഡിയുടെ ഈ സമൻസ് സദുദ്ദേശമല്ല എന്നാണ് തോമസ് ഐസക് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഇ.ഡിയുടെ സമൻസ് ചോദ്യം ചെയ്ത് ആദ്യമേ ഹൈക്കോടതിയിൽ തോമസ് ഐസക് സമീപിച്ചിരുന്നു. ഈ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് രണ്ടാമതും തോമസ് ഐസക് ഇ.ഡി ഓഫീസിലേക്ക് ഹാജരാവണമെന്ന് കാണിച്ച് ഇ.ഡി കത്തയക്കുന്നത്. നമുക്ക് പരിശോധിച്ചാൽ തന്നെ അറിയാം, ഈ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം. ഒരു കേസിൽ വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസി തുടർ നടപടികളൊന്നും സ്വീകരിക്കില്ല എന്നാണ് ഇതുവരെയുള്ള കീഴ്വഴക്കം. അതായത് ആ കേസിൽ ഒരു വിധി വരുന്നവരെ ഈ സാധാരണ അന്വേഷണ ഏജൻസി കാത്തിരിക്കാറുണ്ട്. പക്ഷേ ഈ തോമസ് ഐസക്കിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്, ഈ തോമസ് ഐസക്കിൻ്റെ കേസ് ഹർജി പരിഗണിച്ചിരിക്കുമ്പോൾ തന്നെ സമൻസ് അയക്കുകയായിരുന്നു വീണ്ടും ഇ.ഡി ഓഫീസിലേക്ക് ഹാജരാകുവാൻ. ഇതിൽ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള തോമസ് ഐസക്കിൻ്റെ വാദം അടിവരയിടുന്നതാണ്. അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷം എടുക്കുന്ന നിലപാടും ഇതിലൊരു നിർണായക ഘടകം തന്നെയാണ്. കാരണം ഇ.ഡിയും അതുപോലെ CBIയും ഒക്കെ രാജ്യത്തെ പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്ന് കോൺഗ്രസ് പാർട്ടിയൊക്കെ പറയുമ്പോൾ പോലും ഈ മസാല ബോണ്ട് കേസിൽ ഇ.ഡിയോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചത്. ഇതുകൂടി തോമസ് ഐസക് ഈ ഘട്ടത്തിൽ പറയുന്നു. അതായത് ഇ.ഡിയുടെ ഗുണ്ടായിസമൊന്നും കേരളത്തിൽ നടക്കില്ല, തനിക്കിപ്പോൾ കിഫ്ബിയിൽ ഒരു റോളുമില്ല എന്നാണ് തോമസ് ഐസക് പറയുന്നത്. അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കിഫ്ബി ഉദ്യോഗസ്ഥൻ നേരത്തെ തന്നെ സമർപ്പിച്ചിരുന്നു. താനിപ്പോൾ കിഫ്ബിയുടെ ഭാഗമല്ല, താനിപ്പോൾ ധനമന്ത്രിയല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തോമസ് ഐസക് ഇപ്പോൾ പ്രധാനമായും ഈ ഹർജിയിൽ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ. കാവ്യ, ശരി. ചേതനാണ് ഈ വാർത്ത സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിക്ക് മുന്നിലും സുപ്രീം കോടതിക്ക് മുന്നിലും ദില്ലി ഹൈക്കോടതിക്ക് മുന്നിലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട നിരവധിയായ ഹർജികൾ പരിഗണിക്കുന്ന ഒരു ദിവസമെന്ന വലിയൊരു വാർത്താ പ്രാധാന്യം കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട്.